മനുഷ്യരെക്കാൾ കൂടുതൽ ആനകളുള്ള ഗ്രാമമുണ്ടോ? അങ്ങനെ ഉണ്ടെന്നാട്ടോ ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ചൊക്കന എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ചൊക്കനയിലേക്ക് കൂടുതൽ പേരും വരുന്നത് ആനയെ കാണാനാട്ടോ. ഇവിടെ ഒരുപാട് ആനകളുണ്ട്. ഞാൻ ഈ പറഞ്ഞ വന്ന വഴിക്ക് ചൊക്കനയൊക്കെ എത്തുന്നതിന് മുന്നേ വഴിയിൽ വെച്ചൊരു ചേട്ടനെ കണ്ടു. ആ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ചൊക്കനെ ചെന്ന് ഈ ആനയെ കാണാൻ സാധിക്കുമോ? അപ്പോൾ ചേട്ടൻ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവിടെ മനുഷ്യരെക്കാൾ കൂടുതൽ ആനകളാണ് ഉള്ളതെന്ന്. അത്രമാത്രം ആനകളുണ്ടെന്നാട്ടോ പറഞ്ഞത്. അപ്പോൾ ചൊക്കന എന്ന് പറയുന്ന ഒരു പ്ലാന്റേഷൻ ഗ്രാമമാണ്. ഹാരിസൺ മലയാളം ഗ്രൂപ്പിൻ്റെ റബ്ബർ പ്ലാന്റേഷൻസ് ആട്ടോ. വലിയ ഹെക്ടർ കണക്കിന് റബ്ബർ തോട്ടങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഒരു പ്ലാന്റേഷൻ ഗ്രാമം ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന ഏറ്റവും കൂടുതൽ പേരും ഈ ഒരു തോട്ടത്തിലൊക്കെ പണിയെടുക്കുന്ന ആളുകളാട്ടോ. ലയങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. ടൂറിസ്റ്റുകളും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒത്തിരി ഈ ഗ്രാമത്തിൻ്റേതായിട്ടൊരു ഭംഗിയുണ്ട്. ഒരുപാട് തൂക്കുപാലങ്ങളും അങ്ങനെയുള്ള നിരവധി കാഴ്ചകൾ നമുക്ക് ഈ ഒരു ഗ്രാമത്തിൽ വന്നാൽ കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ പറഞ്ഞാൽ ആനയെ സ്പോട്ട് ചെയ്യാനായിട്ടാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ആളുകൾ വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഗ്രാമത്തിലുള്ളവർ ആനയെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഒരു ഭയങ്കര ശല്യമാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഇതാണ് ചൊക്കനയിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കാണുന്ന സ്ഥലം എന്ന് പറയുന്നത്. ചെറിയൊരു ജംഗ്ഷനൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടാണ് പ്ലാന്റേഷൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ വരുന്ന വഴിക്കൊക്കെ കുറേ വീടുകൾ, ആളുകളൊക്കെ താമസിക്കുന്ന സ്ഥലത്തോടെയാണ് പോരുന്നത്. ഇനി അങ്ങോട്ട് വീടുകളില്ല, പകരം ലയങ്ങളാണ്. ആളുകളൊക്കെ താമസിക്കുന്ന ലയങ്ങളാണ് കൂടുതൽ നമുക്ക് കെട്ടിടങ്ങളൊക്കെ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഈ ഒരു പ്ലാന്റേഷനായിട്ട് ബന്ധപ്പെട്ട ഓഫീസും അങ്ങനെയുള്ളതൊക്കെ ആട്ടോ അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിമ്മിനി ഡാമിലേക്കൊക്കെ പോകാം കേട്ടോ. ഏകദേശം 20 കിലോമീറ്ററാണ് ഇവിടുന്ന് ചൊക്കനയിൽ നിന്ന് ചിമ്മിനി ഡാം വരെയുള്ള ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ചൊക്കന എവിടെയാണ്, ചൊക്കനയിലേക്ക് എങ്ങനെയാണ് വരേണ്ടതെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ഞാൻ വന്നത് തൊടുപുഴയിൽ നിന്നാണ്. തൊടുപുഴയിൽ നിന്ന് അങ്കമാലി ചാലക്കുടി വന്നു. ചാലക്കുടിയിൽ നിന്ന് വെള്ളിക്കുളങ്ങര റൂട്ടിൽ, ചാലക്കുടിയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ കൊണ്ട് നമുക്ക് ചൊക്കനയിലെത്താൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ തൃശ്ശൂർ ഭാഗത്തു നിന്നൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ചാലക്കുടിക്ക് വരണ്ട, കൊടകര എത്തി കൊടകരയിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ വെള്ളിക്കുളങ്ങര റൂട്ടിലേക്ക് കയറി ചൊക്കനയിലേക്ക് വരാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഏരിയയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇത് കണ്ടോ, ഈ പ്ലാന്റേഷൻ്റെ തന്നെ ഭാഗമാണ്. പക്ഷേ ഇവിടെ നമുക്ക് കാണുന്ന ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ റബ്ബർ റീപ്ലാന്റ് ചെയ്തേക്കുന്നത് കേട്ടോ. തൈ റബ്ബറുകളാണ് ഈ കാണുന്നത്. കണ്ടോ, ഇലക്ട്രിക് ഫെൻസിങ് കൊടുത്തേക്കണുണ്ടോ. അതിൽ പവറുണ്ട്, അതിൻ്റെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്, ടെക് 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 എന്ന് ചാർജ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഈ ആന ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഈ തോട്ടത്തിൽ എല്ലായിടത്തും തന്നെ ഉണ്ട്. കൂടുതൽ വൈകുന്നേര സമയങ്ങളിൽ, അതുപോലെ അതിരാവിലെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആനകൾ ഈ റോഡിലൊക്കെ ഇറങ്ങി വരുമെന്നാട്ടോ പറഞ്ഞത് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ റോഡ് വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് പാലപ്പിള്ളി അങ്ങനെ നേരെ ചെന്നിട്ട് നമുക്ക് ചിമ്മിനി ഡാമിലേക്കൊക്കെ പോവാം. അപ്പോൾ ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട്. ബ്രിട്ടീഷുകാരുടെ സമയത്ത് ബ്രിട്ടീഷുകാർ പണിത ഒരു ബ്രിഡ്ജാണ്. ആ ബ്രിഡ്ജ് കാണിച്ചു തരാം കേട്ടോ. നമ്മളൊരു ജംഗ്ഷനിലേക്കാണ് ചെല്ലുന്നത്. ഉദ്ഘാടനോ എന്തിൻ്റെ ആയിരുന്നു? അത് 100 കൊല്ലം വാർഷികം കഴിച്ചു. ഓക്കെ. അപ്പം ഇതാട്ടോ ഞാൻ പറഞ്ഞ പാലം. ഈ പാലം 100 വർഷം കഴിഞ്ഞെന്ന് പറഞ്ഞത് അല്ലേ. 100 വർഷം കഴിഞ്ഞതിൻ്റെ ഉദ്ഘാടനമൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞത്. ഇത് നോർമലി നമ്മൾ കാണുന്ന കൂട്ട് പാലം അല്ല കേട്ടോ. ഇത് ഗർഡർ ബ്രിഡ്ജ് എന്നാണ് ഈ പാലം അറിയപ്പെടുന്നത്. വൈശാഖ് ക്ലിക്സ് എന്ന് പറഞ്ഞത്. വൈശാഖ് ക്ലിക്സ് ഇല്ല. ഓക്കെ. എവിടെ താമസിക്കുന്ന എവിടെയാ? അതെയോ? ഞാൻ അകലെ നിന്ന് കണ്ടപ്പോൾ എനിക്ക് ആളെ മനസ്സിലായില്ല. ചേട്ടന് ട്രാക്ടർ ഓടിക്കുമല്ലോ പ്ലാന്റേഷനിലെ? ഉണ്ട്. ഇവിടെയാണ് നേരത്തെ താമസിക്കുന്നത്? എത്ര വർഷമായി ഇവിടെ? അപ്പോൾ ഈ പാലത്തിന് ഞാൻ ആ ചേട്ടനെ വന്ന വഴിക്ക് കണ്ടായിരുന്നു കേട്ടോ. ആ ചേട്ടനോട് ട്രാക്ടർ ഓടിക്കുന്നതാണ് ഈ പ്ലാന്റേഷനിലെ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ മനസ്സിലായില്ല. അപ്പോൾ ഇത് കുറുമാലിപ്പുഴ എന്ന് പറയട്ടെ. ഈ പുഴയുടെ പേര് കുറുമാലിപ്പുഴ എന്നാണ്. ചൊക്കനയുടെ പല ഭാഗത്തു നിന്നാലും നമുക്ക് ഈ ഒരു പുഴ ഒഴുകി വരുന്നതാണ് കേട്ടോ. ആ പുഴയുടെ കുറുകെയാണ് ഈ പാലം നിർമ്മിച്ച് വെച്ചേക്കുന്നത്. ഈ പാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് തൂണുകളില്ല. അത് 2 കരകളിലായിട്ട് ഇതുണ്ട്, ഈ ഇരുമ്പ് ഇതുണ്ടല്ലേ, ഇതാണ് അതിൻ്റെ ഈ സ്ട്രക്ചറിലാണ് ഈ പാലം ഉറപ്പിച്ചേക്കുന്നത്. അവിടെ 2 തൂണുകൾ പോലെ നമുക്ക് കാണാം, അവിടെയുണ്ട്. അതായത് സെൻറ്ററിൽ ഇതിന് തൂണുകൾ വരുന്നില്ല കേട്ടോ. ഈ പാലത്തിൻ്റെ അടിയിൽ തൂണുകളില്ല, അതാണ് പ്രത്യേകത. അത്രയും കാലപ്പഴക്കമുണ്ട്. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പാലമാണിത്. ഇത് കഴിഞ്ഞ് അങ്ങനെ അവിടെ ഞാൻ പറഞ്ഞില്ല, അവിടെ കുറേ ലയങ്ങൾ, ആ ചേട്ടനൊക്കെ താമസിക്കുന്നത് അവിടെയാണ്. ഒത്തിരി ലയങ്ങൾ നമുക്ക് ഇവിടെ നിന്നാൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു കെട്ടിടം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് പണ്ടത്തെ ഇവിടുത്തെ ഒരു കടയായിരുന്നു. അതുകൊണ്ടല്ലേ പൊളിഞ്ഞു കിടക്കുന്നത്. ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ 2018 പ്രളയത്തിൽ ഈ കുറുമാലിപ്പുഴ നിറഞ്ഞു കവിഞ്ഞത് ആ പാലത്തിൻ്റെയൊക്കെ ഒപ്പം വെള്ളം വന്നു പറഞ്ഞു. അപ്പോൾ അവിടെയൊക്കെ മൊത്തം വെള്ളത്തിൽ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് മൊത്തം പൊളിഞ്ഞു പോയതാണേ. കടയുടെ ഭിത്തിയൊക്കെ നോക്കി വിണ്ടിരിക്കുന്നത് അതുകൊണ്ടോ, നല്ല രീതിയിൽ നാശം സംഭവിച്ചൊരു കടയാണ്. അതിൻ്റെ ഈ തറയൊക്കെ ഇങ്ങനെ ഇരുന്ന് പോയി. ഇതുകൊണ്ടോ കടയുടെ ഷട്ടറല്ല, ഈ പലക വെച്ച് അടയ്ക്കണ കൂട്ട് കടയാണേ. അതുണ്ടായിരുന്ന സ്ഥലമായിരുന്നു. ഇത് കണ്ടില്ലേ,
ആ ബാക്കിലെ ഭിത്തിയൊക്കെ അങ്ങനെ തന്നെ പുഴയിലേക്ക് പോയി. കുറേ ഭിത്തിയൊക്കെ ഇവിടെ തകർന്ന് കിടക്കുന്നുണ്ട്. ഇത് നോക്കി, ഇവിടെ കയറി നിൽക്കുന്നത് റിസ്ക്കാണ്. എപ്പോൾ വേണമെങ്കിലും തലയിൽ പതിക്കാന്നുള്ള രീതിയിലാട്ടോ. ഇപ്പം കാണുന്ന ഒരു ജംഗ്ഷനിലുള്ള ചെറിയൊരു കട മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് നമുക്ക് നേരെ പോയാൽ ചിമ്മിനി ഡാം, തൃശ്ശൂരൊക്കെ പോകാം കേട്ടോ. നേരെ വഴി കിടക്കുന്നത്. നമ്മളെന്തായാലും ചൊക്കനയ്ക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. വെള്ളിക്കുളങ്ങര കോടാലി വേറെ സ്ഥലത്തിൻ്റെ പേര് എഴുതി വേണ്ടോ. അപ്പോൾ പുറകോട്ട് പോകണം നമുക്ക് ചൊക്കനയിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ആന ഒരു ശല്യമാണെന്ന് നമുക്ക് അങ്ങനെ ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റില്ല കേട്ടോ. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന ഈ പ്ലാന്റേഷനില്ല, ഇതിൻ്റെ ഒരു അതിർത്തി എന്ന് പറയുന്നത് ഫോറസ്റ്റാണ്. അപ്പോൾ ഫോറസ്റ്റ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും വന്യമൃഗങ്ങളുണ്ടാവും, ആന മാത്രമായിരിക്കില്ല. അപ്പോൾ ആ ഫോറസ്റ്റിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് ആന ഈ പ്ലാന്റേഷൻ്റെ അകത്തേക്കും ഈ റോഡിലൊക്കെ വന്ന് നിൽക്കും കേട്ടോ. പിന്നെ ഈ ഒരു ഗ്രാമത്തിൽ താമസിക്കുന്നവരുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഈ പ്ലാന്റേഷനിലൊക്കെ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോഴത്തേനും അത് തീർച്ചയായിട്ടും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അത് ആലോചിക്കുക, അവർ അതിരാവിലെ ഈ തോട്ടത്തിൽ ജോലിക്ക് കയറുന്നതാണ്. ആനയുടെയൊക്കെ ഇടയിൽ നിന്നാണ് അവർ ജോലി ചെയ്യുന്നത്. പെട്ടെന്നൊരു ആനയൊക്കെ അങ്ങ് അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഏരിയയ്ക്ക് എത്ര അവർക്ക് പരിചയം ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല കേട്ടോ, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനൊരു പൂർണ്ണമായിട്ടൊരു സൊല്യൂഷനൊന്നും അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്നാലോചിക്കുക, ഫെൻസിങ്ങിലൊന്നും വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. എത്ര ഫെൻസിങ് ചെയ്താലും അതൊക്കെ കിടന്ന് ആന വരും. അത് മാത്രമല്ല, അവർ താമസിക്കുന്ന സ്ഥലത്തേക്കും കൃഷി ചെയ്തേക്കുന്ന കൃഷിയിടങ്ങളിലേക്ക് എല്ലാം ആന ഇറങ്ങി വ്യാപകമായിട്ടുള്ള നാശം ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അതാണ് അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ആഴം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഈ വഴിയിലൊക്കെ ആനപ്പിണ്ടം കാണാൻ കിടക്കുന്നത്. ചേട്ടാ, ചൊക്കന എന്ന് പറയുന്നത് ഈ സ്ഥലമാണോ? ഈ സ്ഥലം തന്നെ ഇതല്ലേ? ആ കാണുന്ന എന്താ കാണുന്നത്? അത് ഞങ്ങളുടെ അവിടുത്തെ ആരിസന്റെ ഒരു ഓഫീസും പിന്നെ സ്റ്റോർ റൂമാണ്. അതായത് പാല് അളക്കണ സ്ഥലം. അതായത് പാല് തൊഴിലാളികൾ പാല് കൊണ്ടുവന്ന് വെച്ചിട്ട് ആ പാല് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് അവിടെ നിന്നാണ്. ഇവിടെ എല്ലാ ദിവസവും തോട്ടത്തിൽ ജോലിയുണ്ട്. എല്ലാവരും എല്ലാ ദിവസവും ജോലിയുള്ള. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് സണ്ണി. ഇവിടെ ഈ കട നടത്തുമല്ലേ? ഞാൻ ഈ കട നടത്തുന്ന ഇവിടുത്തെ ഈ എസ്റ്റേറ്റിലെ ഒരു തൊഴിലാളി, ഒരു വാച്ച്മാനും കൂടിയാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാ ഈ തോട്ടത്തിലൊക്കെ ജോലി ചെയ്യുന്നവരാണോ എൻ്റെ കൂടുതലും? ഇവിടെ ഉള്ളവർ മലപ്പുറം അവിടെ നിന്നൊക്കെ വന്ന് കുടിയേറി ഇവിടെ വന്ന് താമസിച്ച് ഇവിടെ പണിയുന്ന ആൾക്കാരാണ് ഏറെക്കുറെ പേരും. പഴയ കാലത്തൊട്ട് ഇവിടെ മലപ്പുറംകാരാണ് ഏറെ ഇവിടെ വന്നിരുന്നത്. അതെ. ഇവിടെ ഈ പണിയുന്നവർ മാത്രമേ ഉള്ളൂ? ഈ എല്ലാവർക്കും ഇതാണോ ഈ തോട്ടത്തിൽ? ഈ എസ്റ്റേറ്റിലുള്ളവർ മാത്രമേ. ഇവിടെ തൊഴിലാളികൾ മാത്രം ഇവിടെ താമസിക്കുന്നത്. കോട്ടേഴ്സുകളുണ്ട്, തൊഴിലാളികൾക്ക് താമസിക്കാൻ കോട്ടേഴ്സുകളൊക്കെ. പിന്നെ ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ഇവിടെ ഒരു തൂക്കുപാലം കാണാനുണ്ട്. പിന്നെ ഇവിടെ ഈ ആനകളുടെ കേന്ദ്രമാണ്. ആന ഭയങ്കരമായിട്ട് പ്രശ്നമുള്ള. ഇപ്പോൾ ഇന്നലെ 2 ദിവസമായിട്ട് ഇവിടെ നല്ല ആനകളുണ്ട്, ഇഷ്ടംപോലെ ആനകളുണ്ട്. വൈകിട്ട് ആന ഇറങ്ങും. ചില ദിവസം ഇന്നലെയൊക്കെ കാലത്തോട്ട് ആനകളായിരുന്നു ഇവിടെ. അതല്ലേ? ഒരു ബുദ്ധിമുട്ടാണോ ശരിക്കും പറഞ്ഞാലേ? ആനകളുടെ ബുദ്ധിമുട്ട് തന്നെയാണ്. ഞങ്ങൾക്ക് ടാപ്പ് ചെയ്യാൻ പോകാനും ഇവിടെ തൊഴിലാളികൾക്ക് പോകാനും ഭയങ്കര ബുദ്ധിമുട്ടുള്ളത്. തൊഴിലാളികൾ ചെന്നിട്ട് ജോലി ചെയ്യാൻ ചെല്ലുമ്പോഴാണ് ആന ഒച്ചമേളൊക്കെ ഉണ്ടാക്കിയാൽ ആന കയറി പോകാറുള്ളത്. അതെ. എന്നും ഉണ്ടാവും ആനയെ ശല്യം എന്നും ഉണ്ട്. ആനയുണ്ട്, ഇപ്പോൾ കാട്ടുപോത്ത് ഇറങ്ങിയിട്ടുണ്ട്. കാട്ടുപോത്തുണ്ട് മിക്ക ദിവസം. കാട്ടുപോത്ത്, പുലിയുണ്ട്, പുലിയുടെ ശല്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. അതെ. പുലി വന്നിടക്കിയിട്ട് പശുവിനൊക്കെ പിടിച്ചുകൊണ്ട് പോകാറുണ്ട്, പശുക്കളെ പിടിച്ചുകൊണ്ട്. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഇങ്ങനെ ആന വരാതിരിക്കാനായിട്ടൊക്കെ ഫോറസ്റ്റുകാർ വരാറുണ്ട്. യാത്രക്കാർ കൂടുതലുള്ള ഏരിയ ആണ്. ടൂറിസ്റ്റുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അവർക്ക് ശല്യമില്ലാത്ത വിധത്തിൽ ആനനെ തുരുത്തണം. അവർ വന്ന് രാത്രിയും പകലൊക്കെ വന്ന് അവർ തുരുത്തുണ്ട് ആന. ഇങ്ങോട്ടൊക്കെ ഇറങ്ങി വരുമോ? ഈ കടയുടെ മുന്നേ കൂടെ ആന പോണതാണ്. വൈകിട്ട് ഇന്നലെ ഇവിടെ ആയിരുന്നു ആന വന്നിരുന്നത്. ഈ ചക്ക തിന്നാൻ ഇവിടെ പാടി കോട്ടേഴ്സുകൾ കുറേ പ്ലാവുകളൊക്കെ ഉണ്ട്. അപ്പോൾ ചക്ക തിന്നാനൊക്കെ ആയിട്ട് വൈകുന്നേരം ഇറങ്ങും. കൂട്ടായിട്ട് വരുമോ? കൂട്ടായിട്ടും വരും, ഒറ്റയായിട്ടും വരും. അപ്പോൾ വൈകുന്നേരം കോട്ടേഴ്സിൻ്റെ മുന്നിലൊക്കെ വന്ന് ആന വന്ന് നിന്നിട്ട് ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഒരു സ്ത്രീ ഒരു കൊച്ച് 3 മാസമായിട്ട് പ്രസവിച്ചിട്ട് മരിച്ചിട്ടുണ്ട് ഇവിടെ കോട്ടേഴ്സിൽ. അത് ആനനെ കണ്ട് ഇതായിട്ട് പേടിച്ചു മറ്റേ പെട്ടെന്ന് ഇതായി അങ്ങനെ ആനയുടെ ഇതായിട്ട് മരിച്ചിട്ട്. ഭയങ്കര ശല്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പകലും രാത്രിയും ഒക്കെ ഒരേ മാതിരി ഉണ്ട്. അണ്ടമാറുണ്ട്. ട്രെഞ്ച് കീറാണ് ഞങ്ങൾ പറയണത്. ഫെൻസിങ് ഇട്ടുകൊണ്ട് കാര്യമൊന്നുമില്ല. ട്രെഞ്ച് കീർ തന്നെ വേണം. നമ്മൾ ഹൈക്കോടതിയിൽ കുറച്ച് തൊഴിലാളികൾ കൂടി ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പെട്ടെന്ന് ഉണ്ടാവുമെന്ന് വിചാരിക്കണം. ട്രെഞ്ചാണ് ഈ ആനയ്ക്ക് ഒരു പരിഹാരമുള്ളത്. തൊഴിലാളികൾക്ക് പണിയെടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ. അപ്പോൾ എങ്ങനെ പുറത്തിറങ്ങി നടക്കണേ നിങ്ങൾ? പുറത്തിറങ്ങി നമ്മളിപ്പോൾ അത് ഒരു ശീലമായി പോയി. അല്ലാണ്ട് ഇപ്പോൾ എന്ത് ചെയ്യണേ? നമുക്ക് ജീവിക്കണ്ടേ? ജീവൻ പണയം വെച്ചിട്ടുള്ള പരിപാടികളാണ് ഇപ്പോൾ. അടുത്തേക്ക് വരുമോ? പിന്നെ കണ്ട ഇവിടെ ഇപ്പോൾ തൊഴിലാളികളെ ഓടിക്കാത്തവർ ആരും ഉണ്ടാവില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം വെച്ചാൽ വെട്ടാറങ്ങുമ്പോൾ ആനയുണ്ട് കാട്ടിൽ എപ്പോഴും. പകലുണ്ട്, രാത്രിയുണ്ട്. അപ്പോൾ അതൊരു
ജീവൻ മരണ പോരാട്ടം എന്ന് പറയാം. അത് സർക്കാർ ശരിക്ക് ട്രെഞ്ച് കീറി തന്നെ വേണം, അതിനുള്ള അനുമതി കൊടുക്കണം. അല്ലാതെ നമുക്ക് എന്ത് ചെയ്തൊരു കാര്യമില്ല. ഫെൻസിങ് ഇപ്പോൾ ലക്ഷക്കണക്കിന് തൈകളാണ് നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നത്. തൊഴിലിനും കൂടി ബാധിക്കണല്ലേ. ഇങ്ങനെ പോയാൽ പ്ലാന്റ് ചെയ്ത് ഇങ്ങനെ പോയൊരു 5 കൊല്ലത്തിനുള്ളിൽ തൈകളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ വെട്ടിക്കൊണ്ടിരിക്കുന്ന ടാപ്പിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന മരങ്ങൾ തന്നെ കണ്ടമാണ് നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ പോയി നോക്കിയാൽ കാണാം, തൈകളൊന്നുമില്ല, ലക്ഷക്കണക്കിന് തൈകളാണ് പോയത്. ഹാരിസിൻ്റെ വാച്ചർമാർ ഇവരൊക്കെ നിർത്തി പരമാവധി നോക്കുന്നുണ്ട് അവർ, പക്ഷേ രക്ഷയില്ല. അത് ആൾക്കാരെന്നെ ഇപ്പോൾ എത്ര ആളെ അപകടം പറ്റിയിട്ടുണ്ട്. ആന ഇപ്പോൾ നല്ല വയലൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പഴയ പോലെ ഒന്നല്ല, മറ്റേതൊക്കെ നീങ്ങി പോകാറുന്നു. ഇപ്പോൾ ആൾക്കാർ കാണുമ്പോൾ ഓടിക്കുക, റോഡിൽ കൂടെ തന്നെ പോകണത് വളരെ. ഇപ്പോൾ കുട്ടികളൊക്കെ ഇവിടുന്ന് പോകണമല്ലേ. ഈ കുട്ടികളൊക്കെ ഇവിടെ ഈ ഗ്രാമത്തിൽ സ്കൂളൊക്കെ ഉണ്ടോ? സ്കൂളുണ്ട്. ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ മുമ്പ് വെള്ളിക്കുളങ്ങര ഉണ്ട്, പിന്നെ 3 മുറി. അപ്പോൾ യാത്രയൊക്കെ വളരെ ദുഷ്കരമാണ്. അവിടെ നിന്നാണ് കടന്ന ഫോറസ്റ്റ് ഏരിയയാണ്. വെള്ളിക്കുളങ്ങര പോണത് ഒരു 2-3 കിലോമീറ്റർ ഫോറസ്റ്റ് ഏരിയയാണ്. കാട്ടുപോത്തിൻ്റെ ശല്യമാരുണ്ട്, മാന്, പന്നി, കുരങ്ങ് എല്ലാം കൊണ്ടും. ബസ് സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു 3 വണ്ടി ഓടുന്നുണ്ട്. ഇപ്പോൾ ഒരു വണ്ടിയൊക്കെ കൊറോണയ്ക്ക് ശേഷം ഇപ്പോൾ ഓരോ ട്രിപ്പൊക്കെ ഓടണുള്ളൂ അവർ വന്നുകൊണ്ടിരിക്കണുള്ളൂ. അതെങ്ങോട്ടൊക്കെ സർവീസ് നടത്തണേ? അത് ഇരിഞ്ഞാലക്കുടയ്ക്ക് പോകുന്നുണ്ട്. പിന്നെ തൃശ്ശൂർക്ക് ഒരു വണ്ടിയുണ്ട്, അത് കറക്റ്റായിട്ട് വരുന്നുണ്ട്. 4 വർഷം മുമ്പ് ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറത്ത് കുണ്ടായിൽ ഒരു തൊഴിലാളിനെ ആന ചവിട്ടി കൊന്നു ജോലിക്ക് വരുമ്പോൾ. ഇവിടുന്ന് ഞങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ അവസ്ഥയാണ്. തൊഴിലാളിക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഇവിടെ കുട്ടികളുണ്ട്, പഠിക്കാൻ കുട്ടികളുണ്ട്, ജോലിക്കാരുണ്ട്, പുറത്തേക്ക് ആൾക്കാരുണ്ട്. ആർക്കും പുറത്തു പോകാൻ അവസ്ഥയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടാവണം. ഇവിടെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. ആനയുണ്ട്, പുലിയുണ്ട്, കാട്ടുപോത്തുണ്ട്. ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുന്ന ഉറപ്പില്ല തൊഴിലാളിക്ക്. ആ അവസ്ഥയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് ഇവിടെ ട്രെഞ്ച് കയറി തൊഴിലാളിക്ക് ജീവിക്കാൻ ഒരു അവസ്ഥ ഉണ്ടാക്കണം എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെ എത്രയും തൊഴിലാളി ജീവിക്കുന്നുണ്ട്. ഇവിടെ ലയങ്ങളുണ്ട്, പാടികളുണ്ട്, ക്വാർട്ടേഴ്സുകളുണ്ട്. ഇവിടെ ആർക്കും ധൈര്യമായിട്ട് ജീവിക്കാം. ഇപ്പോൾ രാത്രി മൂത്രമൊഴിക്കാനിരിക്കുമ്പോഴേക്കും ആന പുറത്ത് നിൽക്കേണ്ടായിരിക്കും. ആ അവസ്ഥയൊക്കെയാണ്. ഇന്നലെ രാത്രി 3 മണിക്ക് 3 ആന ഇവിടെ ഉണ്ടായിരുന്നു പിള്ളേർ പറയണ്ടായിരുന്നു, ഇവിടുത്തെ ജനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലർക്കും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ പുറത്തിറങ്ങിയ പുലിയുണ്ട്, കാട്ടുപോത്തുണ്ട്, ജീവിക്കാൻ രക്ഷയില്ല. ഈ പുലിനെ കാണും, പകലൊക്കെ കാണാറുണ്ടോ? പകലൊന്നും കാണില്ല, വൈകിട്ടൊക്കെയാണ് കാണാറ് ആൾക്കാർ. ഇതിലേക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാർ പുലി കടന്നു പോകണം കാണാം, ഇവിടെ വരുമ്പോഴാണ് അതിന്റെ ഗൗരവം മനസ്സിലാവുള്ളൂ. ഇന്നലെ 30 ആനയാണ് മിഞ്ഞാന്ന് വൈകിട്ട് കൂടി നടന്നത്. ഇവിടെ മുകളിൽ തന്നെ 30 ആന ഉണ്ടായിരുന്നു വൈകിട്ട്. അത് രാവിലെ 17 അപ്പുറത്തേക്ക് കടന്നു പോയി, 5 ഇങ്ങോട്ട് പോയി, ഒരു 5-10 അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. തൊഴിലാളി അങ്ങനെ തന്നെയാണ്. അവരും വളരെ പേടിച്ച് കൂട്ടായിട്ടൊക്കെ വരുന്നത്. ചിലപ്പോൾ പെട്ടെന്ന് ആക്രമിക്കാം. നമ്മളിപ്പോ നമ്മൾ പ്രതീക്ഷിച്ചാ പോണത്. അകലന്ന് കാണുമ്പോൾ നമ്മൾ മാറിപ്പോവും. കണ്ടു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് മുമ്പേ ചാടി ഒന്നും രക്ഷയില്ല. ആനയും പേടിക്കും, നമ്മളും പേടിക്കും. നമ്മൾക്ക് ഓടാനും പറ്റില്ല, ആന നമ്മൾ ഓടിക്കുകയും ചെയ്യും. ആ അവസ്ഥയായിരിക്കും. ആന പേടിച്ചിട്ട് ഓടിക്കുന്നതാണ്, നമുക്കും പേടിച്ചിട്ട് ഓടാനും പറ്റില്ല. പിന്നെ നമ്മൾ വണ്ടിയിട്ട് എത്ര തൊഴിലാളിയാ പറയാം, വണ്ടിയിട്ടൊക്കെ ഓടി വീണും കൈയൊടിഞ്ഞും. ഇതേപോലെ കഴിഞ്ഞ വർഷം, ഒരു വർഷമായിട്ടില്ല, 6 മാസമായിട്ടുള്ള ഒരു തൊഴിലാളി ആന കണ്ട് ഓടി വീണു. ആന അടുത്ത് വന്നിട്ട് എന്തുകൊണ്ടോ കുത്താതെ തിരിച്ചു പോയി. അടുത്ത് വന്നിട്ട് തിരിച്ചു പോയതാണ് ആന. ഇവിടെ വീണു. ആന ഇവിടെ തന്നെ വന്നിട്ട് തിരിച്ചു പോയതാണ്. ആ തൊഴിലാളിയുടെ 1 മാസം പണിക്ക് വന്നില്ല അതിന് പേടിച്ചിട്ട്. അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് പണിക്ക് വരാൻ പറ്റില്ല 1 മാസം. അതിൻ്റെ ഡോക്ടറെയൊക്കെ കണ്ട് സൈക്കാട്രിസ്റ്റിനോട് പണിക്ക് ഇറങ്ങിയത്, ജോലിക്ക് ഇറങ്ങിയത്. ഇവിടെ പേടിച്ചു പോയി. ഫെൻസിംഗ് ഒന്നും അത് ചവിട്ടി കളയാണ്, ഇല്ലെങ്കിൽ മരം കൊണ്ടിട്ടാണ് മുകളിൽ കൂടെ. ഈ എസ്റ്റേറ്റിന് 100 വർഷം പഴക്കത്തോളം ഉണ്ട്. അന്നൊക്കെ ട്രെഞ്ച് കയറ്റാണ് ഇവിടെ തെയ്യം വെച്ചിരുന്നത്. അതിനുശേഷം ഇപ്പോൾ ഫോറസ്റ്റ് സമ്മതികളിലാണ് ട്രെഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറയണത്. ഇവിടെ തൊഴിലാളികളും മാനേജ്മെൻറ്റൊക്കെ കൂടി ഇത് പരാതി കൊടുത്തിട്ടുണ്ട് കോടതിയിൽ. എന്ന് വിജയമെന്ന് പറയാൻ പറ്റില്ല. അത് വിധി വരുമ്പോഴേക്ക് എത്ര ആളുണ്ടാവും ഒന്നും പറയാൻ പറ്റില്ല. ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നു പറയാൻ പറ്റില്ല, അവസ്ഥയാണ്. അപ്പോൾ അതേ നമ്മൾ ചൊക്കനയിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്താട്ടോ വന്നേക്കുന്നത്. ഇവിടെ എത്താനായിട്ട് ഇവിടെ കുറേ കൂട്ടുകാരോട് ചെയ്യാൻ പരിചയപ്പെട്ടു. അപ്പോൾ അവർ എന്നെ കൊണ്ടുവന്നതാണ്. ഒത്തിരി പേരുണ്ട്, എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാം. പേര് പറയുമോ? പേര് മുഹമ്മദ് അലി. ഞാൻ ആഷിഫ്, ഹനീഫ, അജ്മൽ. ഞാൻ ബ്രോനെ ആദ്യം പരിചയപ്പെട്ട ലിജോ, റമീസ്, ഓക്കെ. എല്ലാവരും ഇവിടെ ചൊക്കനയിലാണ് താമസിക്കുന്നത് അല്ലേ? അപ്പം ഈ സ്ഥലം ഏതാ കറക്റ്റ്? ഈ സ്ഥലത്തിൻ്റെ പേര്? ഇത് ചൊക്കന തന്നെയാണ് അല്ലേ? എസ്റ്റേറ്റിൻ്റെ അത് റീപ്ലാന്റ് ചെയ്തിട്ട് അങ്ങനെ വെട്ടിയേക്കണല്ലേ? അങ്ങ് ദൂരെ കണ്ടില്ലേ, ഒരു എന്താ പറയുക തേയിലത്തോട്ടം പോലെ ഉണ്ടല്ലേ കണ്ടു കഴിഞ്ഞാൽ. അവിടെ നേരത്തെ ഈ പ്ലാന്റേഷൻ ആയിരുന്നേ, എന്നിട്ട് റീപ്ലാന്റ് ചെയ്തേക്കുന്നതാണ്. അവിടെ അത് പ്ലാന്റ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അടിപൊളിയല്ലേ ഈ സ്ഥലം? എൻ്റെ പൊന്നു, കുറേ മലകളൊക്കെ കാണാം. ഇങ്ങനെ ഒത്തിരി നമുക്കിങ്ങനെ പോകാട്ടോ, അങ്ങോട്ടൊക്കെ നടന്നു പോകാമേ.
അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഇവിടെ റബ്ബർ നട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർ റബ്ബർ വെട്ടിക്കളഞ്ഞു. അതായത് റബ്ബറിൻ്റെ ഒരു പാകമാകുമ്പത്തേന് ഇവർ റബ്ബർ മൊത്തം കട്ട് ചെയ്ത് കളയുമല്ലോ. അതിട്ട് ഇവിടെ റീപ്ലാന്റ് ചെയ്തിട്ടില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒത്തിരി ഇവിടെ ഈ തൈകൾ നട്ട് വെച്ച് കഴിഞ്ഞാൽ ആന വന്ന് മൊത്തം നശിപ്പിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത്രയും പോർഷൻ റീപ്ലാന്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഏരിയ തോട്ടം വെട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ പെട്ടെന്ന് തന്നെ റീപ്ലാന്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുപോലെ ആ സ്ഥലമൊക്കെ അങ്ങനെ തന്നെ കേട്ടോ, അങ്ങനെ വെറുതെ പുൽമേടുകൾ പോലെ കിടക്കുവാണേ. ഇത് ഞാൻ തന്നെ വന്നിറങ്ങി ഒരിക്കലും ഈ സ്ഥലത്ത് എത്തില്ലായിരുന്നു. അവിടെ അങ്ങോട്ടൊക്കെ ആളുകൾ പോവുമോ? ആ കാണുന്ന മലയിൽ പോകണം അല്ലേ? ആ ആ അതെ അല്ലേ, അത് ആ ഈ റബ്ബറൊക്കെ ഒടിഞ്ഞ് കിടക്കണ ആന കൊണ്ട് കുത്തിയിടണാണോ? ആ അപ്പോൾ ഇവിടെ വേറെ ഒരു സംഗതി കാണിച്ചു തരാവേ. ഈ ഗ്രാമത്തിലുള്ളവർക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യം കേട്ടോ. എന്ന് വെച്ചാൽ ഈ പാലം കണ്ടോ, ഈ പാലം ബ്രിട്ടീഷുകാർ പണിതാണ്. ട്രാംവേ ബ്രിഡ്ജ് അല്ലേ? ആ അപ്പോൾ ഇത് ഇരുമ്പിൻ്റെ പാലമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ പണ്ട് ഒത്തിരി തേക്ക് മരങ്ങൾ ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ തേക്ക് മരങ്ങളൊക്കെ ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോകാനായിട്ട് നിർമ്മിച്ചാട്ടോ. അതുകൊണ്ട് എപ്പോഴും എന്നാ സ്ട്രോങ് ആണെന്ന് നോക്കിയല്ലേ? ഒരു ഗ്യാപ്പുണ്ടോ സെൻറ്ററിൽ? ഓ എൻ്റെ അമ്മോ, ഇങ്ങനെ ഒരു ഈ കെട്ട് നോക്കണേ. ഈ കെട്ടിൻ്റെ കല്ലൊക്കെ നോക്കി. എൻ്റെ അമ്മോ, അതാണോ? ഇതെന്താ ബ്രോ ഇതെന്താ സംഗതി? എന്താ ഇത്? റെയിൽവേ ട്രാക്കിൻ്റെ, അതായത് ആ ട്രാം അതിൽ ഓടിക്കാനായിട്ടുള്ളേ ആ പാലത്ത്. അതെയോ? ആ അതുണ്ടോ? ഇത് ഒത്തിരി നീളമുണ്ട്. ഇതുണ്ടോ ഇരുമ്പിൻ്റെ ഒരു പീസ് കിടക്കണമൊക്കെ. അത് ട്രാക്കിൻ്റെ, അതായത് നേരത്തെ ഇവിടെ ട്രാക്ക് ഉണ്ടായിരുന്നാട്ടോ പറഞ്ഞേ, ഈ തേക്ക് തടികളൊക്കെ കൊണ്ടുപോകാനായിട്ട്. അപ്പം അതിൻ്റെ അവശിഷ്ടമാണ് ഈ കാണണേ. ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ ഇത് കണ്ടോ? ഓ ആ ഈ വഴി അല്ലേ? ആ റോഡ് അങ്ങ് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അത് നോക്കി, ആ ഒരു വഴി നോക്കി, ഒരു ഇടുങ്ങിയ വഴിയാണേ. ആ വഴി എൻ്റെ പൊന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു ചൊക്കനയിൽ ഒത്തിരി തൂക്കുപാലങ്ങളുണ്ടെന്ന്. അതിലൊരു തൂക്കുപാലമാണേ. പക്ഷേ ഇതിൽ കയറാൻ പറ്റില്ല കേട്ടോ. ഇവിടെ അനുവാദം കൂടാതെ കയറരുതെന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇപ്പം ഇതിൻ്റെ ഒരു ബലമൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് അറിയത്തില്ല. ഈ പാലം എന്ന് പറഞ്ഞാൽ ഇത് അധികം പേരൊന്നും നടക്കണമല്ല, കുറേ നാളായി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് മിക്കവാറും ബലക്ഷയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അതിൻ്റെ മേളിൽ കൂടെ കയറുക എന്ന് പറഞ്ഞാൽ റിസ്ക്കാണ്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു കയറുണ്ടാകുന്നുള്ള രീതിയിൽ ബോർഡൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ കയറുന്നത് ശരിയല്ല. ഇതുണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള തൂക്കുപാലങ്ങൾ നമ്മൾ ചേലക്കാട് ഗ്രാമത്തിൽ കണ്ടായിരുന്നല്ലോ, അങ്ങനത്തെ സെയിം ആട്ടോ. ഇവിടുത്തെ ഈ പ്ലാന്റേഷനിലുള്ളവരൊക്കെ അവർ തന്നെ നിർമ്മിക്കുന്നതാണ് അപ്പുറത്തേക്ക് കിടക്കാനായിട്ട്. അവിടെയൊക്കെ ആ കണ്ണൊക്കെ പ്ലാന്റേഷൻ്റെ ഏരിയ, പിന്നെ അതിനപ്പുറത്തേക്ക് മരങ്ങളൊക്കെ നിൽക്കുന്നത് ഫോറസ്റ്റിൻ്റെ ഏരിയ കേട്ടോ. ഇത് കണ്ടില്ലേ തൂക്കുപാലം കണ്ടോ? നല്ല രസമല്ലേ? ഒത്തിരി തൂക്കുപാലങ്ങളുണ്ട്, പക്ഷേ എല്ലാം നമുക്ക് എല്ലാ സ്ഥലത്തേക്കും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല, അതിനുള്ള പെർമിഷൻ ഇല്ല. ആനയും കൂടെ കണ്ടായിരുന്നെങ്കിലേ. അതെ ആ വൈകുന്നേരം ആയിരിക്കും ഇറങ്ങണേ ഉള്ളൂ. ഈ ഗ്രാമത്തിൽ വെച്ച് പരിചയപ്പെടുന്ന ഓരോ ആളുകളും എത്ര നന്നായിട്ടാണെന്നറിയാം നമ്മളോട് ഇടപഴകുന്നത്. നമ്മൾ ലാസ്റ്റ് കണ്ട ഒരു കൂട്ടുകാരില്ലേ, അവർ എന്നെ എവിടെയൊക്കെ കൊണ്ടുപോയെന്നറിയോ? ഞാൻ തന്നെ വന്നിറങ്ങി ഈ സ്ഥലം ഒന്നും ഒരിക്കലും കണ്ടുപിടിക്കില്ലായിരുന്നു. പിന്നെ പുറമേ നിന്ന് അങ്ങനെ പെട്ടെന്ന് കയറി ചെല്ലാൻ പറ്റുന്ന സ്ഥലമൊന്നുമല്ല കേട്ടോ. അവിടെ പെർമിഷനൊക്കെ വേണേ. ഞങ്ങളങ്ങനെ പെർമിഷൻ ചോദിച്ചിട്ടാണ് പോയത്. അപ്പോൾ ലഞ്ച് കഴിക്കാനായിട്ട് ഞാൻ ചൊക്കനയിൽ നിന്ന് പാലപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കായിട്ട് വന്നേക്കണം. ചൊക്കനയിൽ നമുക്ക് ഹോട്ടലൊന്നുമില്ല. ഇവിടെ 1-2 ഹോട്ടലൊക്കെ ഉണ്ടേ. പാലപ്പള്ളി എന്നുണ്ട് ഈ സ്ഥലത്തിൻ്റെ പേര്. കറി എന്നാ മീൻ വറുത്തുണ്ടോ? ബീഫുണ്ട്, ഓംലേറ്റ് ഉണ്ട്. മീൻ ഏതാ വറുത്ത ഏതാ ഉള്ളത്? അയല മതി. അയലയില്ലേ? ആ അത് വേണ്ട. എന്നൊരു കാര്യം ചെയ്യട്ടോ, ഓംലെറ്റ് എടുക്കുക. ഓംലെറ്റ് ഡബിൾ അടിച്ചോ. പാലപ്പള്ളിയിൽ നിന്ന് ലഞ്ചൊക്കെ കഴിച്ചിട്ട് അങ്ങനെ വീണ്ടും ചൊക്കനയിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുക കേട്ടോ. ഞാൻ ഈ ചൊക്കനയിൽ വന്നിട്ട് എത്ര സമയം എന്നറിയോ? അതിരാവിലെ വീട്ടിൽ നിന്ന് പോകുന്നതാണേ. സമയം ഇപ്പം 3 മണിയാകുമ്പോൾ കേട്ടോ. അപ്പോൾ പറയുമ്പം മനുഷ്യരെക്കാൾ കൂടുതൽ ആനകളുണ്ടെന്ന് പറഞ്ഞിട്ട് സമയം ഇത്രയായിട്ടും ഒരാനയെ പോലും കാണാൻ സാധിച്ചില്ല കേട്ടോ. പക്ഷേ റൂട്ട് അത്യാവശ്യം സൈറ്റിങ്സ് ഉള്ളതാണ്. നമുക്ക് മാനൊക്കെ ഒത്തിരി മാൻകൂട്ടങ്ങളൊക്കെ കാണാം. പക്ഷെ നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് ക്യാമറ എടുക്കുമ്പോൾ തന്നെ ഓടി രക്ഷപ്പെട്ടു കേട്ടോ. നമ്മുടെ മൂവ്മെൻറ്റ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒത്തിരി മയിലുകളുണ്ട്. മയിലുകളൊക്കെ ഈ റോഡ് സൈഡിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ നമുക്ക് അത്ര ക്ലോസ് ആയിട്ട് കാണാൻ പറ്റില്ല. ഒത്തിരി ആളുകളൊക്കെ അത് ഇറങ്ങി കാണുന്നുണ്ട്. ഈ റൂട്ട് ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിമ്മിനി ഡാമിലേക്ക് പോകാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഒത്തിരി ആളുകൾ മിക്കവാറും അങ്ങോട്ടൊക്കെ പോകാനായിട്ടായിരിക്കും. അതുപോലെ അങ്ങോട്ടും തിരിച്ചൊക്കെ വരുന്നുണ്ട്. വീക്കെൻഡ്സിലൊക്കെ നല്ല തിരക്കാണെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ഗ്രാമത്തിൽ നമുക്ക് ചെറിയ അരുവികൾ, അതുപോലെ തന്നെ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ, തൂക്കുപാലങ്ങൾ, അങ്ങനെ എല്ലാം കൊണ്ടും അതിമനോഹരമായിട്ടുള്ള ഗ്രാമം തന്നെയാണ് നമ്മളൊരു സഞ്ചാരി എന്ന നിലയിൽ നോക്കി കാണുമ്പോൾ.
അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു കടയിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുക കേട്ടോ. ഇവിടെ ഒത്തിരി ആളുകൾ ചായ സമയമായതുകൊണ്ട് തന്നെ ചായ കുടിക്കാനായിട്ട് നല്ല തിരക്കായി ഈ ജംഗ്ഷൻ. സണിച്ചേട്ടാ ചായ എടുക്കേണ്ട തിരക്കിലാണോ? ആ കട്ടൻ കാപ്പി ഉണ്ടോ? എന്നാലും കട്ടൻ കാപ്പി എടുത്തോ. കടിയൊക്കെ ആയിട്ടുണ്ടല്ലേ. ബജ്ജി, ആ മുളക് ബജ്ജി, ആ മുളക് ബജ്ജി ഉണ്ട്, കായ ബജ്ജി ഉണ്ട്. ആ എന്നാൽ ഒരു പ്ലേറ്റ് ബജ്ജിയും കൂടെ എടുത്തു. അപ്പോൾ ചൊക്കന എന്ന ആനഗ്രാമത്തിൽ വന്നിട്ട് അവസാനം ആനയെ കാണാതെ തിരിച്ച് മടങ്ങുകയാണ്. കാര്യം പറഞ്ഞാൽ ഒരു പകൽ മൊത്തം ഞാനിവിടെ ഉണ്ടായിരുന്നു, എന്നിട്ട് നമുക്ക് ആനയൊന്നും കാണാൻ സാധിച്ചില്ല. എന്തായാലും ആനയെ കാണാൻ പറ്റില്ലല്ലോ. ഇവിടുത്തെ ഒരു അവസ്ഥ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നേരം ഇരുണ്ട് തുടങ്ങിയിരിക്കുന്നു. ഇരുട്ട് വീണ് കഴിഞ്ഞാൽ ഇതിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കാണ്. അതുകൊണ്ട് തന്നെ തിരിച്ചു പോകുന്നു. ഒപ്പം തന്നെ നമ്മുടെ വീഡിയോയും വൈൻഡപ്പ് ചെയ്യുന്നു. തുടർന്നും അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.